തിരികെ ന്യൂസ് ഈവനിങ്ങിലേക്ക്. ഇപ്പോൾ സിഗ്നൽ ലഭിച്ച ഇടത്തൊന്നും ലോറിയില്ല, ഒരു സൂചന പോലും കിട്ടുന്നില്ല. കരയിൽ ലോറിയില്ല എന്നത് സൈന്യം ഏറെക്കുറെ സ്ഥിരീകരിച്ച റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. പുഴയുടെ തീരത്തുള്ള തെരച്ചിൽ, അവിടെ നിന്നിപ്പോൾ സിഗ്നൽ ലഭിച്ചതിന്റെ പ്രകാരം ആ തരത്തിലേക്ക് മണ്ണ് മാറ്റിയുള്ള തെരച്ചിൽ, അതാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പം പ്രതിരോധ വിദഗ്ധൻ കേണൽ ഡിന്നി തുടരുന്നുണ്ട്. കേണൽ ഡിന്നി, ഇപ്പോൾ ഈ പുഴയിലെ തെരച്ചിൽ എന്നുള്ളത് അത് ഏത് തരത്തിലേക്കാകും? നമുക്കറിയാവുന്നതുപോലെ കരയിൽ നടത്തുന്നത് അത് മെറ്റൽ ഡിറ്റക്ടറൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, ഡീപ്പ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച്, മറ്റ് അത്യാധുനിക സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ച് നടത്തുന്നു എന്ന് പറയുമ്പോൾ പുഴയിൽ അത് ഏത് തരത്തിലാകണം? അതെങ്ങനെയാണ്, അത് എവിടെയെങ്കിലും ഒന്ന് ലൊക്കേറ്റ് ചെയ്ത് കിട്ടുക എന്നൊക്കെ പറയുന്നത് എത്രത്തോളം പാടാകും, ദുഷ്കരമാകും? തീർച്ചയായിട്ടും അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ തന്നെ ആയിരിക്കും. പക്ഷേ നമ്മുടെ ഇന്ത്യൻ നേവി അവർക്ക് സോനാർ എന്ന് പറയുന്ന എക്യുപ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആ എക്യുപ്മെൻറ്റ് ബേസ് ചെയ്ത ഈ കടലിൻ്റെ താഴെ തന്നെ ഈ ഇതിനെക്കുറിച്ച് സെർച്ചൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ക്ഷമതയുണ്ട്. പക്ഷേ ഓൺലി പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അതിനൊരു ഷിപ്പിൽ ആണ് അത് കൊണ്ടുവരിക. ആ ഷിപ്പ് കടൽ വഴി ഈ ഗംഗാവലി പുഴയിലേക്ക് വരാനുള്ള സാധ്യത, കാരണം അതിന് ആവശ്യത്തിനുള്ള ഈ ഡെപ്ത് ഉണ്ടോ എന്നൊക്കെ ഉള്ള നമുക്കൊരു ചോദ്യമുണ്ട്. അപ്പോൾ അത് വന്നാൽ മാത്രമേ എനിക്ക് തോന്നുന്നു ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ച് മാത്രമേ ഇതിൻ്റെ ഈ ട്രക്ക് ഇതിനകത്ത് പുഴയിൽ എവിടെ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഒരു സാധ്യതയുള്ളൂ. അല്ലാതെ ഡീപ്പ് ഈ ഡൈവേഴ്സ് ചെയ്യുന്ന പോലെ നേവി ഡൈവേഴ്സ് അവരുടെ ആ ഒരു രീതിയിലേക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം നേരത്തെ ശ്രീ വിജയകുമാർ പറഞ്ഞ പോലെ കംപ്ലീറ്റ് പുഴയുടെ ഒരു മടി കളറാണ്. അതായത് ഒരു വെള്ളത്തിൽ ഒരു വിസിബിലിറ്റി ഇല്ലാത്തൊരു രീതിയിൽ ഡൈവേഴ്സിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് കാണാൻ പറ്റില്ലെങ്കിൽ അവരെങ്ങനെയാണ് അതിനെക്കുറിച്ച് പോയി കണ്ടെത്തുക? രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നേരത്തെ തുരുത്തിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ആ തുരുത്ത് ഏകദേശം ഒരു 10-30 അടി ആ പുഴയുടെ തീരത്ത് നിന്ന് പുഴയുടെ ഉള്ളിലാണ്. അപ്പോൾ ഞാൻ ഒരു 20-30 ഒരു അപ്രോക്സിമേറ്റ് ആണ് പറയുന്നത്. അപ്പോൾ ഈ 30 അടിയോളം ഓൾറെഡി അത്രയും തന്നെ ഈ നമ്മൾ കാണാൻ പറ്റാത്ത രീതിയിലേക്കുള്ള മണ്ണ് അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും മണ്ണും ഈ പുഴയുടെ ഏറ്റവും താഴത്തെ നിന്ന് മുകളിലൊരുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിനകത്ത് എവിടെ നിന്നാണ് ഈ ട്രക്ക് ഉള്ളത്, അല്ലെങ്കിൽ അവിടെ ആണോ? അത് മാത്രമല്ല, കൂടുതൽ ഡെബ്രി അവിടെ കിടപ്പുണ്ട്. ഈ പുഴയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലേക്ക് മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന മേഖലയാണ്. അപ്പോൾ അതിലൊക്കെ ഉണ്ടാകുന്ന ഡെബ്രി മുഴുവൻ അവിടെ അടിഞ്ഞുകൂടി പലയിടത്തായി കിടപ്പുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് എന്താണ്, നമുക്ക് എങ്ങോട്ടെങ്കിലും ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാകില്ലേ? അത് കറക്റ്റാണ് മാം പറഞ്ഞത്. അത് ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ ഒരു ക്ലോഷർ, അതായത് ആ ഫാമിലിക്ക് സംബന്ധിച്ചുള്ള ഒരു ക്ലോഷർ ഒരു ആവശ്യമാണ്. അതായത് ഒരു അറിയണമല്ലോ എന്താണ് സംഭവിച്ചെന്നുള്ളത്. അപ്പോൾ ആ അറിവ് എങ്ങനെയാണ് ഇനി അറിയാൻ പോകുന്നതെന്നുള്ളത് വെച്ചാൽ എനിക്കിനി നമ്മളിനി മനസ്സിലാക്കുന്നത് വെച്ചാൽ നേവിയുടെ ഇനിയിപ്പം ഓപ്പറേഷൻസ് അവരായിരിക്കണം പുഴയിൽ കൂടുതൽ അവരായിരിക്കും ലീഡ് ഏജൻസി ആവാൻ പോകുന്നത്. കാരണം അവരിലേ ഉള്ളൂ ആ എക്യുപ്മെൻറ്റും മറ്റു കാര്യങ്ങളും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോനാർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഈ ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടെത്താൻ പറ്റും. അത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീടാണ് ഡ്രെഡ്ജിങ് ആയിട്ടുള്ള അടുത്ത ഓപ്പറേഷൻ, അതിനെ റിട്രീവ് ചെയ്യാനുള്ള. അതും വളരെ അത്ര ഈസി ആയിട്ടുള്ള ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ആദ്യം കണ്ടെത്തി കഴിഞ്ഞിട്ട് പിന്നെ അതിനെ റിട്രീവ് ചെയ്യുക. ഇത് രണ്ടും ഇപ്പോഴത്തെ ഒരവസ്ഥ വെച്ച് എത്ര ടൈം ഫ്രെയിമിലോ അല്ലെങ്കിൽ എപ്പോഴോ എങ്ങനെയാണെന്ന് നമുക്കിപ്പം പറയാൻ പറ്റാത്തൊരവസ്ഥ തന്നെയാണ് മാം. അതാണ് ഇതിലൊരു സമയക്രമം എന്നൊക്കെയുള്ളതൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക്, കൂടുതൽ ദുഷ്കരമായ അവസ്ഥയിലേക്ക് ഈ രക്ഷാപ്രവർത്തനം പോകുന്നു എന്നുള്ളതാണ്. വരും മണിക്കൂറിൽ അത് ഏത് തരത്തിലേക്ക് എന്നൊക്കെയുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം.